ഇന്ത്യയുടെ ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ചൈനീസ് താരം ഡിങ് ലിറനെ തോൽപ്പിച്ചാണ് നേട്ടമുണ്ടായത്. ലോക ചെസ് ചാമ്പ്യനാകുന്ന പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടവും ഗുകേഷ് സ്വന്തമാക്കി. രുചീഷ് വി രവീന്ദ്രൻ ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. രുചീഷ്, വലിയ നേട്ടമാണല്ലോ ഇത്. വീണ്ടും ചെസ്സിൽ ഇന്ത്യൻ താരത്തിൻ്റെ ചാമ്പ്യൻ പട്ടം ഉണ്ടായിരിക്കുന്നു. ഗുകേഷിൻ്റെ ഫൈനലിലെ പ്രകടനം എങ്ങനെയായിരുന്നു? എത്രക്ക് ആധികാരികമാണ് ജയം? സനീഷ്, ആധികാരികം എന്നതിനപ്പുറം ഇതൊരു ആവേശകരമായ ഒരു മത്സരമായി ഇത്തവണത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആകെ 14 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 14-ാം മത്സരം വരെ ഈ വിജയിയെ തീരുമാനിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിലവിലെ ചാമ്പ്യനായ ഡിങ് ലിറനുമായി ആദ്യ മത്സരത്തിൽ ഒരു തോൽവി വഴങ്ങിയാണ് ഗുകേഷിന്റെ ഈ ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടായത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുടക്കത്തിൽ ആദ്യ മത്സരത്തിൽ ലിറൻ വിജയിച്ച് 1 പോയിന്റിന് ലീഡ് ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ നടന്ന മത്സരത്തിൽ സമനിലയായിരുന്നു. പിന്നീട് 3-ാം മത്സരത്തിൽ ജയത്തോടെയാണ് ഗുകേഷ് ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നീട് കണ്ടത് ശക്തമായ മത്സരം രണ്ടുപേരും കാഴ്ചവെച്ചു. തുടർച്ചയായി 7 മത്സരങ്ങളിൽ സമനിലയുണ്ടായി. പിന്നീട് 11-ാം റൗണ്ട് മത്സരത്തിൽ ഗുകേഷ് വീണ്ടും ജയിച്ച് ഒരു വലിയ ഒരു നേട്ടത്തിലേക്ക് പോകും എന്ന് തുടക്കത്തിൽ തന്നെ ഒരു തോന്നിപ്പിച്ചിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ നടന്ന മത്സരത്തിൽ വീണ്ടും ലിറൻ വിജയിക്കുന്നത് കണ്ടു. 13-ാം റൗണ്ട് മത്സരം സമനിലയിൽ അവസാനിച്ചു. അങ്ങനെ ഇന്നത്തെ മത്സരം 14-ാം റൗണ്ട് മത്സരം വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ഇന്നത്തെ മത്സരത്തിൽ കൂടി സമനിലയായിരുന്നെങ്കിൽ അത് വീണ്ടും റാപ്പിഡ് ചെസ് റൗണ്ടിലേക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഈ മത്സരം 58 നീക്കങ്ങൾക്കൊടുവിൽ നിലവിലെ ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ട് ഗുകേഷ് വിജയിച്ചു എന്നത് മാത്രമല്ല, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം കൂടി, ചാമ്പ്യനാകുന്ന താരമെന്ന നേട്ടം കൂടി ഗുകേഷ് സ്വന്തമാക്കുന്നു. ഇന്ത്യൻ ചെസ്സിന് വലിയൊരു ആവേശം തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് കൂടി ഈ ഘട്ടത്തിൽ പറയണം. കാരണം വിശ്വനാഥൻ ആനന്ദിന് ശേഷം 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇത്തരത്തിൽ ഒരു തിരിച്ചുവരവ് ഇന്ത്യൻ ചെസ്സിന് ഉണ്ടാക്കുന്നത് ഗുകേഷാണ്. ഗുകേഷ് ആനന്ദിന് ശേഷം ചാമ്പ്യനാകുന്ന ഒരു താരം എന്നത് മാത്രമല്ല, 18-ാം വയസ്സിൽ തന്നെ ഗുകേഷ് ആ നേട്ടത്തിലെത്തുന്നു എന്നത് ഇനിയും നമുക്ക് ചെസ്സിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ത്യക്ക് ഒരു പ്രചോദനം നൽകുന്നതാണ്. പ്രത്യേകിച്ച് പ്രജ്ഞാനന്ദയെ പോലുള്ള താരങ്ങൾ ഒക്കെയുള്ള, അരികാസി അടക്കമുള്ള താരങ്ങൾ ഉള്ള തരത്തിൽ ഇന്ത്യൻ ചെസ് വലിയൊരു വളർച്ചയുടെ പടിയിലാണ്. അത്രമാത്രം യുവതാരങ്ങൾ നമുക്കുണ്ട് എന്നത് കൂടിയാണ്. അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവതാരം ലോക ചെസ് ചാമ്പ്യൻ ആയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യൻ ചെസ് എത്തിയിരിക്കുന്നു. എന്തായാലും നിലവിലെ ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ട് ഗുകേഷ് ലോക ചാമ്പ്യൻ ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും 18-ാം വയസ്സിൽ തന്നെ ഈ നേട്ടം എന്നത് ശ്രദ്ധേയമാണ് സനീഷ്. അതിപ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഇന്ത്യൻ താരം ഡി ഗുകേഷ് നേടിയിരിക്കുന്നത്. ഇന്ത്യൻ ചെസ്സിനാകെ തന്നെയും വലിയ നേട്ടമാണ്. ഇന്ത്യൻ ചെസ്സിന് മാത്രമല്ല, ഇന്ത്യൻ്റെ സ്പോർട്സിനും രാജ്യത്തിനാകെ തന്നെയും വലിയ അഭിമാനമായിട്ട് ഡി ഗുകേഷ് അദ്ദേഹത്തിൻ്റെ ലോക ചാമ്പ്യൻ പട്ടം, അതും 18-ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ എന്ന പട്ടം കൂടെ കരസ്ഥമാക്കിക്കൊണ്ട് ഇന്ത്യയെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ വാനോളം ഉയർത്തിയിരിക്കുകയാണ് ഡി ഗുകേഷ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരം മത്സരങ്ങളിലൂടെയാണ്, വലിയ ആവേശകരമായിട്ടുള്ള മത്സര നീക്കങ്ങളിലൂടെയാണ് ഒടുവിൽ അദ്ദേഹത്തിന് വിജയം നേടാനായത്. അദ്ദേഹം ലോകത്തിൻ്റെ നെറുകയിലാണ്. നിശ്ചയമായിട്ടും ഇന്ത്യയുടെ ചെസ്സും ലോകത്തിൻ്റെ നെറുകയിലാണ്. രുചീഷാണ് വിവരങ്ങൾ നൽകിയത്.